അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. ചിരിക്കരുതേ. വയ്യാളിക്കാവിൽ എന്ന സ്ഥലത്ത് അച്ഛനെ ബാഗിലാക്കി കൊറിയർ ചെയ്യാൻ മക്കളുടെ ശ്രമം. ഇപ്പൊ എന്താ പറഞ്ഞ? അച്ഛനെ ബാഗിലാക്കി കൊറിയർ ചെയ്യാൻ മക്കളുടെ ശ്രമം. റീൽസ് ചിത്രീകരണത്തിന്റെ ഭാഗമായിട്ടായിരുന്നു നടപടി. പോലീസ് കേസെടുക്കുമെന്നായതോടെ സംഘം മാപ്പ് പറഞ്ഞ് തടിയൂരിയിരിക്കുന്നു. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. ഉഗാദി റംസാൻ കാലത്തെ യാത്രാ ദുരിതം ചിത്രീകരിക്കാനായിരുന്നു സംഘത്തിന്റെ ശ്രമം എന്നാണ് പറയുന്നത്. വെറുതെ സമയം കളയാൻ ഒരു തമാശക്ക് ഞാൻ വെറുതെ. ബംഗളൂരു വയ്യാലിക്കാവൽ പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ ഇന്നലെ വൈകിട്ട് 4 മണിക്ക് നടന്ന സംഭവമാണ് ഒരു കയ്യബദ്ധം നാറ്റുകരുത് തോതിൽ ചർച്ചയായിരിക്കുന്നത്. 3 അംഗ സംഘം ഇന്നലെ വൈകിട്ട് പാഴ്സൽ ഓഫീസിൽ എത്തുകയായിരുന്നു. ഒരു ബാഗുമായി. ഈ ബാഗ് ഒരു മേൽവിലാസം രേഖപ്പെടുത്തിയ ശേഷം കൊറിയർ അയക്കണമെന്നതായിരുന്നു സംഘത്തിന്റെ ആവശ്യം. അത് തമാശ മോനേതാ. പണം നൽകാനും തയ്യാറായിരുന്നു. എന്നാൽ എന്താണ് ബാഗിനകത്ത് എന്ന് കൊറിയർ ജീവനക്കാർ ചോദിച്ചപ്പോൾ കൃത്യമായ മറുപടി ലഭിക്കുകയുണ്ടായില്ല. അതന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? തുടർന്ന് ജീവനക്കാർ ഈ ബാഗ് തുറന്ന് പരിശോധിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇതിനകത്ത് പ്രായമായ ഒരാളെ കണ്ടെത്തിയത്. അവശനിലയിലായിരുന്നു ചാക്കിനകത്തിരുന്ന ഇയാൾ. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് ആദ്യം വെള്ളം നൽകി. തുടർന്നും ഈ കൊറിയർ അയക്കണമെന്ന് ഈ ഒപ്പമെത്തിയവർ നിർബന്ധം പിടിച്ചു. ചേട്ടൻ ഞാൻ വിചാരിച്ച പോലെ അല്ലേട്ടോ. മന്ദബുദ്ധിയല്ല. ഇതോടുകൂടിയാണ് കൊറിയർ ജീവനക്കാർ പോലീസിനെ വിളിച്ചു വരുത്തിയത്. ഇതോടുകൂടി ഈ സംഘം, ഈ പ്രായമായ ആൾ ഉൾപ്പെടെ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഈ വന്നവരെല്ലാം തന്നെ ഒരു കുടുംബത്തിലെ അംഗങ്ങളായിരുന്നു, അച്ഛനും മക്കളുമായിരുന്നു. ഓഹോ, അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ? എന്താ മല്ലയ്യ, എന്താ ഞാൻ കേൾക്കുന്നത്? ഈ ഉഗാദി റംസാൻ ആഘോഷങ്ങളുടെ ഭാഗമായി ട്രെയിനിലും ബസ്സിലും ഒന്നും ടിക്കറ്റ് കിട്ടാത്ത ഒരു അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് ഇപ്പൊ എന്താ? അല്ല ഒന്നുമില്ല. സാഹചര്യത്തിൽ നാട്ടിലെത്തണമെങ്കിൽ കൊറിയർ മാത്രമേ ആശ്രയമുള്ളൂ എന്ന് വ്യക്തമാക്കി ഒരു വീഡിയോ ചിത്രീകരണത്തിനായിരുന്നു ഇവരുടെ ശ്രമം. അതാണ് ഉദ്ദേശിച്ചത്. അതായത് ഒരു പ്രാങ്ക് വീഡിയോ ചിത്രീകരിക്കാനായിരുന്നു ഈ സംഘത്തിന്റെ ശ്രമം. ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? വിട്ടവളി ആന പിടിച്ചാ കിട്ടൂ. ഇക്കാര്യം ഇവർ പോലീസിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. എന്നാൽ കേസ് എടുത്തേ തീരൂ എന്നുള്ള ഒരു നിർബന്ധത്തിൽ പോലീസ് ഉറച്ചു നിന്നതോടുകൂടി സംഘം മാപ്പപേക്ഷിക്കുകയായിരുന്നു. ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. തുടർന്ന് സാമൂഹിക മാധ്യമങ്ങളിൽ ഉൾപ്പെടെ മാപ്പപേക്ഷിച്ചുകൊണ്ടുള്ള വീഡിയോ പോസ്റ്റ് ചെയ്താണ് ഈ സംഘം ഇവിടെ നിന്ന് രക്ഷപ്പെട്ടത്. ഞാൻ വരട്ടെ. എങ്ങോട്ട്? അല്ല, ഞാൻ പോട്ടെ. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് പൊന്നു മോനെ.